ഹായ് എവരി വൺ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ 2026 ഏപ്രിലിലെ കറണ്ട് അഫയേഴ്സാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇൻ്റർലോഗസിൽ നിന്നാണ്. ഒരു അരമണിക്കൂർ സെഷനായിട്ടാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഫുൾ ഏപ്രിലിൻ്റെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പാർട്ടായിട്ടായിരിക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? ആരാണ് പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്? NS രാജസുബ്രഹ്മണ്യമാണ്. ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യം തേർഡ് CDS ഓഫ് ഇന്ത്യ ആയിട്ടാണ് സെലക്ട് ആക്കപ്പെട്ടത്. സെക്കൻഡ് ആയിരുന്ന ജനറൽ അനിൽ ചൗഹാനെ റീപ്ലേസ് ചെയ്തിട്ടാണ് NS രാജസുബ്രഹ്മണ്യം വരുന്നത്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി, നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ്, 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വരുന്ന ആളെയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഈ പൊസിഷൻ കൊണ്ടുവന്ന നരേന്ദ്രമോദിയാണ് 15 ഓഗസ്റ്റ് 2019 ഫസ്റ്റ് CDS ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജനറൽ ബിപിൻ റാവത്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ആരാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ ഡി അശോക് കുമാർ ലാഹിരിയാണ്. നീതി ആയോഗ് മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അത് നിലവിൽ വരുന്നത് 1 ജാനുവരി 2015 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി മിനിസ്റ്റർ ഓഫ് പ്ലാനിങ്ങിൻ്റെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ചെയർമാനായിട്ട് വരുന്നത് നരേന്ദ്രമോദി എന്ന് വെച്ചാൽ ആരാണോ ആ സമയം പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അവരായിരിക്കും ഈ നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. CEO വരുന്നത് നിധി ചിബറാണ്. വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു റിസീവ് ദ പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് 2026? 2026 പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ഡോക്ടർ ചിദംബര ശ്രീനിവാസ റാവുവിനാണ്. പ്രസ്റ്റീജിയസ് 9th പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് ഗിവൺ ടു ഡോക്ടർ CH ചിദംബര ശ്രീനിവാസ റാവു ആണ്. MS സ്വാമിനാഥൻ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യയാണ്. അവാർഡ് ഭാരതരത്ന 2024 കിട്ടിയ വ്യക്തിയും കൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വോൺ ദ ലോറൽ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് 2026? ആർക്കാണ് ലോറൽ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് 2026 കിട്ടിയത്? സ്പോർട്സ്മാൻ ആയിട്ട് വരുന്നത് കാർലസ് അൽക്കാരസ് ആണ്. 2026 ലോറൽ വേൾഡ് സ്പോർട്സ് അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് ആ ഇവൻറ്റ് നടന്നത് മാഡ്രിഡിലാണ്, സ്പെയിനിൽ. അപ്പം വിന്നറായിട്ട് വരുന്നത് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ വരുന്നത് കാർലസ് അൽക്കാരസ് ആണ്, സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ വരുന്നത് അരിയാന സബലങ്കയാണ്, ബെലാറസ് ടെന്നീസ് പ്ലെയർ ആണ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ വരുന്നത് ലാൻഡോ നോറിസ് ആണ്, റേസിംഗ് ആണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് നാദിയ കൊമനിക്കിയാണ്, ജിംനാസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് തേർഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ? ഇന്ത്യയുടെ തേർഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി INS അരിധമാനാണ്. INS അരിധമാനാണ് തേർഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനാണ്. ഡെവലപ്ഡ് ബൈ അഡ്വാൻസ് ടെക്നോളജി വെസൽ ATV പ്രൊജക്റ്റാണ്. വിശാഖപട്ടണത്താണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 8 വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റത്തിന് VLS ട്യൂബ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ക്യാരി കേപ്പബിൾ K-15 മിസൈൽസ്, അതുപോലെ തന്നെ K-4 മിസൈൽസ് ആണ് ക്യാരി ചെയ്യുന്നത്. ഇന്ത്യയിൽ 3 ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ INS അരിഹന്താണ്, അത് 2016 INS അരിഘാട്ട് 2024 റിലീസ് ചെയ്തത്. തേർഡായിട്ടുള്ള INS അരിധമാൻ 2026 വരുന്നത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് അപ്രൂവ്ഡ് ഡെങ്കി വാക്സിൻ? ഡെങ്കി എന്നുള്ള അസുഖത്തിന് വരുന്ന ഇന്ത്യയുടെ ഫസ്റ്റ് അപ്രൂവ്ഡ് വാക്സിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്യൂഡങ്ക എന്നുള്ളതാണ്. ക്യൂഡങ്ക അല്ലെങ്കിൽ ടാക് 003 എന്ന് വെച്ചാൽ ഫസ്റ്റ് അപ്രൂവ്ഡ് ഡെങ്കി വാക്സിനാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തക്കേദ ഫാർമക്യൂട്ടിക്കൽസ് ആണ്. അതിന് DCGIയുടെ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ ഡെങ്കി എന്നുള്ള അസുഖം വരുത്തുന്നത് മൊസ്കിറ്റോ ആണ്. അതൊരു വൈറൽ ഡിസീസാണ്. കോസ് ചെയ്യുന്നത് ഈഡിസ് ഈജിപ്തി എന്ന മൊസ്കിറ്റോ ആണ്. അതിൻ്റെ സിംറ്റംസ് ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻസ് ഒക്കെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റീസെൻ്റ്ലി വിച്ച് കൺട്രി ലെഫ്റ്റ് OPEC ആൻഡ് OPEC പ്ലസ്? ഒപ്പെക്കിൽ നിന്നും OPEC പ്ലസ് എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്നും ലീവ് ചെയ്ത കൺട്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള UAE ആണ് ആൻസർ. OPEC മീൻസ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. അത് ഫൗണ്ട് ചെയ്തത് 1960 അതൊരു 11 മെമ്പർ കൺട്രിയാണ് നിലവിൽ. കാരണം 12 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് UAE പോയതിനു ശേഷം ബാക്കി 11 മെമ്പേഴ്സാണ് ഉള്ളത്. OPEC പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒപ്പെക്കിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. 2016 OPEC പ്ലസ് രൂപീകരിച്ചത്. അതിൽ 21 മെമ്പർ കൺട്രീസാണ് നിലവിൽ. 11 OPEC മെമ്പേഴ്സും അതുപോലെ തന്നെ 10 നോൺ OPEC കൺട്രീസാണ് ഇത് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വിയന്ന, ഓസ്ട്രിയയിലാണ്. ഇന്ത്യ ഈ ഒപ്പെക്കിൻ്റെ ഒരു മെമ്പറല്ല. OPEC മെമ്പേഴ്സിൽ നിന്നാണ് വേൾഡിലെ 78% ഓഫ് വേൾഡ് ഓയിൽ റിസർവ്സ് ഉള്ളത്.
ഒപെക് മെമ്പേഴ്സിലാണ് ടോട്ടൽ വേൾഡിൻ്റെ ഓയിൽ റിസർവ്സിൻ്റെ 78% ഉള്ളത്. ഓക്കെ, അടുത്തത് വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഓവറോൾ ചാമ്പ്യൻ ഓഫ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026? ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026ൻ്റെ ഓവറോൾ ചാമ്പ്യൻ ആയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി കർണാടകയാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ ചാമ്പ്യൻ ആയത്. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് നടന്നത്. അതിൻ്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് മോർ വീർ അവർ ബ്രേവറി എന്നാണ് അതിൻ്റെ മാസ്കോട്ട് മീൻസ് അതിൻ്റെ സിമ്പലാണ് മാസ്കോട്ട് എന്ന് പറയുന്നത്. ഹോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗറും അതിൻ്റെ ചാമ്പ്യനായിട്ട് വന്നത് കർണാടകയായിരുന്നു. അപ്പോൾ ഇവിടെ മെഡൽ ടാലി വന്നിട്ടുള്ളത് കർണാടക ആണ് ടോപ്പ് വന്നത് 38 ആണ് ടോട്ടൽ മെഡൽസ്, 23, 8, 7 ഗോൾഡ് സിൽവർ മെഡൽ എന്നുള്ള ഗോൾഡ് സിൽവർ ബ്രോൺസ് എന്നുള്ള രീതിയിലാണ്. 23 ഗോൾഡ്, 8 സിൽവർ, 7 ബ്രോൺസ് കർണാടകയ്ക്ക്. സെക്കൻഡ് വന്നത് ഒഡീഷ, തേർഡ് വരുന്നത് ജാർഖണ്ഡാണ്. ഓക്കെ, അടുത്തത് ഫേസ് 1 ഓഫ് ദ സെൻസസ് 2026 സ്റ്റാർട്ടഡ് ഫ്രം വിച്ച് ഡേറ്റ്? സെൻസസിൻ്റെ ഫേസ് 1 എന്നോട്ടാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി April 1, 2026 അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത്. അത് 2 സ്റ്റേജായിട്ടാണ് നടത്തുന്നത്, 2 സ്റ്റേജസ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ലിസ്റ്റിംഗ് ഫേസസ് ആണ്, അതാണ് April 1, 2026 നടക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എന്യൂമറേഷൻ ഫേസ് ആണ്, അത് 1 February 2027 വരുന്നത്. ഇതൊരു നോൺ സിങ്ക്രണസ് സെൻസസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യയുടെ നോൺ സിങ്ക്രണസ് സെൻസസ് നടന്നത് 1872 ലോർഡ് മയോയുടെ അണ്ടറിലാണ്. ലോർഡ് മയോ ആണ് 1872 ഫസ്റ്റ് നോൺ സിങ്ക്രണസ് സെൻസസ് വരുന്നത്. അതേസമയം ഫസ്റ്റ് സിൻക്രണസ് സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സെൻസസ്, സിൻക്രണസ് മീൻസ് കംപ്ലീറ്റ് എന്നാണ് അർത്ഥം, ആ കംപ്ലീറ്റ് സെൻസസ് വരുന്നത് 1881 അണ്ടർ WC പ്ലൗഡൻ ആണ്. അന്നത്തെ വൈസ്രോയി ലോർഡ് റിപ്പണോ ആയിരുന്നു. ഓക്കെ, സിൻക്രണസ് മീൻസ് കംപ്ലീറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് വരുന്നത് 1881 ലോർഡ് റിപ്പൺ ആയിരുന്നപ്പോഴാണ്. ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് വരുന്നത് 1872 ലോർഡ് മയോ ആയിരുന്നപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2027 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 16th സെൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള 8th സെൻസസ് ആണ്. അതൊരു ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്. കാസ്റ്റ് ഇന്യൂമറേഷൻ വിൽ ഓൾസോ ബി ഇൻക്ലൂഡ് ഇൻ ഫേസ് 2. ഫേസ് 2 ആകുമ്പോൾ കാസ്റ്റ് ഇന്യൂമറേറ്റ് ഇടയ്ക്ക് ഇഷ്യൂ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു, പക്ഷേ കാസ്റ്റ് ഇന്യൂമറേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫേസ് 2. മിനിസ്ട്രി റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് സെൻസസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് നടത്തുന്നത്. കറണ്ട് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. ബ്രാൻഡ് അംബാസിഡർ സുദർശൻ പട്നായിക്കാണ്. ഒരു സാൻഡ് ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ. സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന ഇന്ത്യയിൽ സെൻസസ് ആക്ട് ഓഫ് 1948 വെച്ചിട്ടാണ് നടക്കുന്നത്. മാസ്കോട്ട് ആയിട്ടുള്ള 2 പേരെന്ന് വെച്ചാൽ ഫീമെയിൽ ഫിഗർ ആയിട്ട് വരുന്നത് പ്രഗതിയും മെയിൽ ഫിഗർ ആയിട്ട് വരുന്നത് വികാസുമാണ്. ഓക്കെ, അടുത്തത് ഷേഖ ജീൽസ് ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഷേഖ ജീൽസ് ബേർഡ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശിലാണ് ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി വരുന്നത്. ഈ ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി എന്ന് വെച്ചാൽ 99th റാംസാർ സൈറ്റും കൂടിയാണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് അലിഗർ, ഉത്തർപ്രദേശിലുള്ള അലിഗറിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്ത 2-3 ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ 99 റാംസാർ സൈറ്റ്സ് ഉണ്ട്. അതിൽ 12 റാംസാർ സൈറ്റ്സ് UP-യിലാണുള്ളത്. അതിൽ കുറച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാറ്റ്ന ബേർഡ് സാങ്ച്വറി, അതുപോലെ തന്നെ ഷീഖ ജീൽ ബേർഡ് സാങ്ച്വറി, ഇത് 2026 വന്നതാണ്. പിന്നെ ബാക്കിര വൈൽഡ് സാങ്ച്വറി, ഹൈദർപൂർ വെറ്റ്ലാൻഡ്, അതുപോലെ തന്നെ സുർ സരോവർ, നവാബ്ഗഞ്ച്, പാർവതി ആർഗ, സമാൻ, സമാസ്പൂർ, സന്ധി, സർസായി നവാർ ജീൽ, അപ്പർ ഗംഗ റിവർ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റാംസാർ സൈറ്റ്സ്. പിന്നെ ഈ റാംസാർ കൺവെൻഷൻ അല്ലെങ്കിൽ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് ഓൺ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, കുറച്ച് വെറ്റ്ലാൻഡ് ചതുപ്പ് സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൺസർവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കൺവെൻഷനാണ് ഈ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് സൈൻ ചെയ്തത് 2 February 1972 ലൊക്കേഷൻ റാംസാർ ഇറാനിലാണ്. അത് നടപ്പിലായത് 21 December 1975 അപ്പോൾ 2 February 1971 ഇത് സൈൻ ചെയ്തത്. ഇത് റാംസാർ എന്നുള്ള ഇറാനിലുള്ള സ്ഥലത്ത് വെച്ചായതുകൊണ്ടാണ് തന്നെ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് നടപ്പിലായത് കെയിം ഇൻ ടു ഫോഴ്സ് 21 December 1975 4 വർഷം കഴിഞ്ഞിട്ട്. നൗ ഇന്ത്യ ഹാവ് ടോട്ടൽ 99 റാംസാർ സൈറ്റ്സ്. ഇന്ത്യയിൽ ഇപ്പോൾ ടോട്ടൽ 99 റാംസാർ സൈറ്റ്സ് ആണുള്ളത്. അതിൽ മാക്സിമം നമ്പർ റാംസാർ സൈറ്റ്സ് ഉള്ളത് തമിഴ്നാട് 20 എണ്ണം, അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് ഉത്തർപ്രദേശ് 12 ആണ് വരുന്നത്. ഓക്കെ, ഹൂ ബിക്കം ദ 24th ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ? ബീഹാറിൻ്റെ 24ാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് 2026 വന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സമ്രാജ് ചൗധരിയാണ് 24th ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത്. സമ്രാജ് ചൗധരി ബിക്കം 24th CM ഓഫ് ബീഹാർ, ഫസ്റ്റ് BJP ലീഡർ ടു ബിക്കം ബീഹാർ CM. ബീഹാർ CM ആയിട്ട് വരുന്ന ആദ്യത്തെ BJP ലീഡറാണ് ആര്? സമ്രാജ് ചൗധരി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി നിതീഷ് കുമാർ ബിക്കം ദ രാജ്യസഭ മെമ്പർ. ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത്
COM, Council of Ministers, CO, Council of Ministers with Chief Minister at the head to aid and advise the governor. ഈ ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതിൽ ചീഫ് മിനിസ്റ്റർ ഹെഡായിരിക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 163 എന്ന് പറയുന്നത്. ഗവർണറെ അഡ്വൈസ് ചെയ്യാനാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നിലവിൽ വരുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ കറക്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണല്ലോ വരേണ്ടത്. അടുത്ത് വരുന്ന ആർട്ടിക്കിൾ 164 അപ്പോയിൻമെൻറ്റ് ഓഫ് CM ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. CMനെയും ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് 164 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 167 എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ ഡ്യൂട്ടീസ് ഓഫ് CM ടു ദ ഗവർണർ. ഗവർണറിന് വേണ്ടി CM ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 167. അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. ആർട്ടിക്കിൾ 163, 164, 167. അതിൽ 163 എന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ചീഫ് മിനിസ്റ്റർ ഹെഡായിട്ട് വരുന്നത്. 164 എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് മിനിസ്റ്ററും അതർ മിനിസ്റ്റേഴ്സിനെ കുറിച്ചും. ആർട്ടിക്കിൾ 167 എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ ഡ്യൂട്ടി ഓഫ് CM. ഇപ്പോൾ പാറ്റ്ന എന്ന് പറഞ്ഞാൽ റിവർ ഗംഗയുടെ ബാംഗ്ലൂർ സ്ഥലമാണ്. ബീഹാറിൻ്റെ ക്യാപിറ്റലാണ് പാറ്റ്ന. നിലവിലടുത്ത് CM സമ്രാജ് ചൗധരിയാണ്. ഗവർണർ ലഫ്റ്റനൻറ്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈൻ ആണ്. അടുത്ത ലോക്സഭാ സീറ്റും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹൂ വാസ് അപ്പോയിൻറ്റഡ് ബ്രാൻഡ് അംബാസഡർ ഫോർ സെൻസസ് 2027. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു സെൻസസ് പറഞ്ഞപ്പോൾ. സെൻസസ് 2027ൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ സുദർശൻ പട്നായിക് ആണ് ബ്രാൻഡ് അംബാസഡർ ഓഫ് സെൻസസ് 2027. ഈ സുദർശൻ പട്നായിക് എന്ന് പറയുന്ന ഒരു സാൻഡ് ആർട്ടിസ്റ്റാണ് ഒഡീഷയിൽ നിന്നുള്ളത്. ബ്രാൻഡ് അംബാസഡർ ഫോർ സെൻസസ് 2027. മാസ്കോട്ട് എന്ന് പറയുന്നത് പ്രഗതിയും ഫീമെയിൽ ക്യാരക്ടർ, വികാസ് മെയിൽ ക്യാരക്ടറാണ്. അടുത്ത് വരുന്നത് ആർട്ടമിസ് 2 മിഷൻ ഹാസ് ബീൻ ലോഞ്ച് ബൈ വിച്ച് സ്പേസ് ഏജൻസി. ആർട്ടമിസ് 2 എന്ന് പറയുന്നത് ഏത് സ്പേസ് ഏജൻസിയാണ് ലോഞ്ച് ചെയ്തതെന്നാണ്? ഓപ്ഷൻ ഡി നാസയാണ്. ആർട്ടമിസ് 2 ക്രൂഡ് ലൂണാർ മിഷൻ, ഒരു ലൂണാർ മിഷനാണ് ഈ ആർട്ടമിസ് 2 എന്ന് പറയുന്നത്. ആർട്ടമിസ് മീൻസ് ലൂണാർ മിഷനാണ്. ലോഞ്ച് ഡേറ്റ് April 1, 2026 ആണ്. സ്പേസ് ക്രാഫ്റ്റ് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ആണ്. 4 ഓസ്ട്രോണറ്റ്സ് ആണ് ഇതിൽ പോയിട്ടുള്ളത്. ഒന്ന് റീഡ് വൈസ്മാൻ, അടുത്തത് വിക്ടർ ഗ്ലോവർ, ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഫോർ ആർട്ടമിസ് മിഷന് വേണ്ടി വരുന്ന ആദ്യത്തെ ഒരു ബ്ലാക്ക് മാൻ ആണ് ഈ വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്രിസ്റ്റീന കോച്ചും ജെറമെ ഹാൻസനും ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് ഇന്ത്യ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ FPBR എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻ സി തമിഴ്നാട്ടിലാണ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വരുന്നത്. ഫസ്റ്റ് ബ്രീഡർ റിയാക്ടർ FBR അറ്റ് കൽപ്പാക്കം, തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്ന സ്ഥലത്താണ് വരുന്നത്. ടെക്നോളജി ഡെവലപ്ഡ് ആൻഡ് ഡിസൈൻ ബൈ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCR ആണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തിയത്. കൺസ്ട്രക്റ്റഡ് ബൈ ഭവാനി, ഭാരതീയ നഭിക്യ വിദ്യുത് നിഗം ലിമിറ്റഡ് ആണ്. ഭാവിനിയാണ്. ഫാസ്റ്റ് ബ്രീഡർ എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണ്. ദാറ്റ് യൂസസ് ഫാസ്റ്റ് ന്യൂട്രോൺ ടു ജനറേറ്റ് മോർ ന്യൂക്ലിയർ ഫ്യൂവൽ. ഈ ഒരു മെത്തേഡ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്ന സ്ഥലത്താണ്. വിച്ച് മിനിസ്ട്രി ലോഞ്ച് ദ വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ്. ഏത് മിനിസ്ട്രിയാണ് വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ് നിലവിൽ കൊണ്ടുവന്നത്? ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ്. വിശ്വസൂത്ര മീൻസ് വീവേഴ്സ് ഓഫ് ഇന്ത്യ ഫോർ ദ വേൾഡ്. Launched by Ministry of Textiles. The initiative developed by National Institute of Fashion Technology ആണ്, NIFT ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എയിം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ഇന്ത്യൻ ഹാൻഡ്ലൂംസ് ഗ്ലോബലി. ഇന്ത്യയുടെ ഹാൻഡ്ലൂംസിനെ ഗ്ലോബലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തത് അണ്ടർ CAPF Act 2026 വാട്ട് പെർസെൻറ്റേജ് ഓഫ് DG പോസ്റ്റ് ആർ റിസർവ്ഡ് ഫോർ IPS ഓഫീസേഴ്സ്. CAPF ആക്ട് അനുസരിച്ച് IPS ഓഫീസേഴ്സിന് DG പോസ്റ്റ് എത്ര എണ്ണമാണ് റിസർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 100%. 100% CAPF ആക്ട് അനുസരിച്ച് എന്താണ്? IPS ഓഫീസേഴ്സിന് ഈ DG പോസ്റ്റ് റിസർവ്ഡ് ആണ്. അപ്പോൾ ഈ CAPF എന്ന് വെച്ചാൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. അത് ആക്ട് 2026 വരുന്നത്. ദീസ് ആക്ട് മണ്ടേറ്റ്സ് IPS ഓഫീസേഴ്സ് റിസർവേഷൻ ഇൻ ടോപ്പ് ലീഡർഷിപ്പ്. IPS ഓഫീസേഴ്സ് ഇതുപോലത്തെ ടോപ്പ് ലീഡർഷിപ്പിൽ വരണം എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആക്ട് 2026. കവേഴ്സ് ആൾ 5 CAPF. 5 CAPF ആ ഗ്രൂപ്പിനെ കവർ ചെയ്യുന്നുണ്ട്. BSF, CRPF, CASF, ITBP, SSB. BSF എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. CASF
എന്തുവായിരുന്നു മറന്നു, ITBP ഇൻഡോ ടിബറ്റൻ ആ ഒരു സംഭവം, SSB സശസ്ത്ര സീമാബൽ, അങ്ങനെ എന്തുവാണ് എൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഹെഡായിട്ടാണ് ഈ IPS ഓഫീസിനെ നിയമിക്കാനുള്ളത് വരുന്നത്. ഓക്കെ. ആരോഗ്യവൻ ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ആരോഗ്യവൻ എന്നുള്ള ഇനിഷ്യേറ്റീവ് ആരാണ് ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ എ NHA ആണ്. നമ്മുടെ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് നിലവിൽ കൊണ്ടുവന്നത്. ഇനിഷ്യേറ്റീവ് എയിം ടു പ്ലാന്റ് മെഡിസിനൽ ട്രീസ് അലോങ് ദ നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേസിൽ എന്ത് ചെയ്യുക, അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഈ മെഡിസിനൽ പ്ലാന്റ്സ് സൈഡിൽ നട്ടു വളർത്തുക. ഈ നീം, ആംല, ഇംലി, ജാമുൻ, ലെമൺ പോലത്തെ പ്ലാന്റ്സ് ആണ് വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് ആരോഗ്യ വൻ എന്ന് പറയുന്നത്. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ടൈഡ്സ് ഓഫ് ടൈം? ടൈഡ്സ് ഓഫ് ടൈം എന്നുള്ള ബുക്കിൻ്റെ ഓതർ ആരാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ സുധാമൂർത്തിയാണ്. ഏത് ടൈഡ്സ് ഓഫ് ടൈം എന്നുള്ള ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത്. ടൈഡ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെൻറ്റ്. ബുക്കിൻ്റെ ഫുൾ നെയിമാണ് ടൈഡ്സ് ഓഫ് ടൈം, ഭാരത് ഹിസ്റ്ററി ത്രൂ ദ മ്യൂറൽസ് ഇൻ പാർലമെൻറ്റ്. ഇത് അൺവീൽ ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ പ്രകാശനം ചെയ്തത് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണനാണ്. അടുത്തതാണ് ഊർജൽ ന്യായ് ഓസോർ ബിക്കം പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ഉച്രാൽ ന്യായ് ഓസോർ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണെന്ന് അറിയില്ല. ഉച്രാൽ ന്യായ് ഒസോർ എന്നുള്ളത് ഏത് കൺട്രിയുടെ PM ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി മംഗോളിയ. മംഗോളിയയുടെ പ്രൈം മിനിസ്റ്ററാണ് ആര്? ഈ ഉച്രാൽ ന്യായ് ഓസർ. അപ്പോൾ മംഗോളിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉലാൻ ബത്താർ ആണ്. അവിടുത്തെ ലേക്കാണ് ബൈക്കൽ. വേൾഡ്സ് ഡീപ്പസ്റ്റ് ലേക്കാണ് ഈ ബൈക്കൽ എന്ന് പറയുന്നത്. മിൻ ഓങ് ഹ്ലൈൻ ഹാസ് ബിക്കം ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി? ഈ മിൻ ഓങ് ഹ്ലൈൻ ഏത് കൺട്രിയുടെ പ്രസിഡൻ്റായിട്ടാണ് വരുന്നത്? ഓപ്ഷൻ ബി മ്യാൻമാർ ആണ്. മ്യാൻമാറിൻ്റെ പ്രസിഡൻ്റാണ് മിൻ ഓങ് ഹ്ലൈൻ എന്ന് പറയുന്നത്. മ്യാൻമാറിൻ്റെ ക്യാപിറ്റൽ വരുന്നത് നൈപ്പിഡോ ആണ്. അവിടുത്തെ കറൻസി ക്യാറ്റാണ്. ജൻ വിശ്വാസ് അമെൻമെൻറ്റ് ബിൽ 2026 ഈസ് റിലേറ്റഡ് ടു വാട്ട്? ജൻ വിശ്വാസ് അമെൻമെൻറ്റ് ബിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ഒഫൻസ്. ചെറിയ കുറ്റങ്ങളെ അത്ര വലിയ ക്രിമിനൽ കുറ്റമാക്കി മാറ്റാതിരിക്കാനുള്ള ഒരു ചെറിയൊരു എക്സ്ക്യൂസ് പോലത്തെ പരിപാടിയാണ് ഈ ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ഒഫൻസസ് എന്ന് പറയുന്നത്. ജൻ വിശ്വാസ് അമെൻമെൻറ്റ് ഓഫ് പ്രൊവിഷൻസ് ബിൽ 2026 പാസ്ഡ് ബൈ ലോക്സഭ ആൻഡ് രാജ്യസഭ. അത് അമെൻമെൻറ്റ് 784 പ്രൊവിഷൻസ് ഓഫ് 79 ആക്ടഡ് അമെൻഡ്. 784 പ്രൊവിഷൻസ് ഉണ്ട്. അതിനകത്തുള്ള 79 അമെൻഡ് ചെയ്ത് മാറ്റി. ടു ഡീക്രിമിനലൈസ് മൈനർ ഒഫൻസസ് ആണ്. അടുത്ത് വരുന്നത് മാൽവാൻ ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് വെസൽ? മാൽവാൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വെസലാണ്? ഓപ്ഷൻ ബി ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. മാൽവാൻ എന്ന് പറയുന്നത് ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. INS മാൽവാൻ ഇന്ത്യ സെക്കൻഡ് 8 ഇൻഡിജീനിയസ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. ബിൽറ്റ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ്, റീസെൻ്റ്ലി ഡെലിവേർഡ് ടു ഇന്ത്യൻ നേവി. അത് ഫസ്റ്റ് ഷിപ്പ് ഏതായിരുന്നു? INS മാഹിയാണ്. അപ്പോൾ ഈ ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഷിപ്പ് INS മാഹിയും സെക്കൻഡ് INS മാൽവാനുമാണ്. ഓക്കെ. ഇതൊരു ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. ഈ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ എന്നാണ് SWCയുടെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ വേണ്ടിയിരുന്നത് ASW മീൻസ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ എന്നാണ്. INS സൻശോധക് ബിലോങ്സ് ടു വിച്ച് പ്രോജക്റ്റ്? INS സൻശോധക് എന്ന് പറയുന്നത് ഏത് പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി സർവേ വെസൽ ലാർജ് പ്രൊജക്റ്റ് ആണ്. INS സൻശോധക് ഫോർത്ത് ആൻഡ് ഫൈനൽ ഷിപ്പ് അണ്ടർ സർവേ വെസൽ ലാർജ് പ്രൊജക്ട് ഡെലിവേർഡ് ടു ഇന്ത്യൻ നേവി, ബിൽറ്റ് ബൈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർ, കൊൽക്കത്ത. റോളെന്ന് വെച്ചാൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്, വാട്ടറിലുള്ള സർവേ ആണ് ഇവരുടെ മെയിൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് നേവിഗേഷൻ ആൻഡ് മാരിടൈം ഓപ്പറേഷൻസ്. ഓക്കെ. INS ദുരങ്കിരി ബിലോങ്സ് ടു വിച്ച് പ്രൊജക്ട്? INS ദുണഗിരി എന്ന് പറയുന്നത് ഏത് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പ്രൊജക്ട് 17A ആണ്. INS ദുനഗിരി പാർട്ട് ഓഫ് 17A നീൽഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രീറ്റ് ആണ്. റീസെൻ്റ്ലി ഡെലിവേർഡ് ടു ഇന്ത്യൻ നേവി അറ്റ് കൊൽക്കത്ത, ബിൽറ്റ് ബൈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. അണ്ടർ പ്രൊജക്ട് 17A ഇതിലാണ് ഇത് ബിൽഡ് ചെയ്തത്. 7 അഡ്വാൻസ് ഗൈഡഡ് മിസൈൽ
ഫ്രീഡ്സ് വിൽ ബി ബിൽഡ്. 7 അഡ്വാൻസ് ഗൈഡഡ് മിസൈൽ ഫ്രീഡ്സ് ആണ് ഫ്രിഗേറ്റ്സ് ആണ് ഇതിലുണ്ടാകുന്നത്. കമ്മീഷൻഡ് നീൽഗിരി, ഉദയഗിരി, ഹിമഗിരി, തരഗിരി. ഇപ്പോൾ ഇതിനു മുമ്പും കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു 4 പ്രൊജക്ട്സ് ആണ് നീൽഗിരി, ഉദയഗിരി, ഹിമഗിരി, തരഗിരി. ഇപ്പം പുതുതായിട്ട് വന്നത് ദുണഗിരിയാണ്. എല്ലാത്തിൻ്റെ അറ്റത്തൊരു ഗിരി ഉണ്ടെന്ന് ആലോചിക്കുക. നീൽഗിരി, ഉദയഗിരി, ഹിമഗിരി, താരാഗിരി. ഇപ്പം വന്ന പ്രൊജക്റ്റ് INS ദുണഗിരി. ഇനി വരാനുള്ളതും ഡെലിവറി ചെയ്യാനുള്ള പ്രൊജക്ട്സ് ആണ്. ദുനഗിരി ഡെലിവർ ചെയ്തു. പിന്നെ വരാനുള്ളത് വിന്ധ്യഗിരി, മഹേന്ദ്രഗിരി. ഓക്കെ, ഇതൊക്കെ ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്? പ്രൊജക്ട് 17A. The Insolvency and Bankruptcy Code was originally enacted in which year? ഇൻസോൾവൻസിയും അതുപോലെ തന്നെ ബാങ്ക്രപ്റ്റ് കോഡും ഏത് വർഷമാണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2016. റീസെൻ്റ്ലി പാർലമെൻറ്റ് പാസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അമെൻമെൻറ്റ് ബിൽ 2026. എന്തിനാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2026? ഫോക്കസ് ഓൺ ഫാസ്റ്റ് റെസൊല്യൂഷൻ പ്ലസ് സ്ട്രോങ്ങർ ഫ്രെയിംവർക്ക് ആണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് TK Vishwanathan's Bankruptcy Law Reforms Committee 2015. Regulating Board in Insolvency and Bankruptcy Board of India IBBA ആണ് വരുന്നത്. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വരുന്നത് 2016. Which space agency launched PACE mission to study ocean and atmosphere? ഓഷനെയും അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പേസ് മിഷൻ സ്റ്റാർട്ട് ചെയ്ത ഏജൻസി അല്ലെങ്കിൽ തുടങ്ങിയ ഏജൻസി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി നാസയാണ് പേസ് മിഷൻ കൊണ്ടുവരുന്നത്. ഈ പേസ് സാറ്റലൈറ്റ് ക്യാൻ നൗ ഡിറ്റക്ട് നൈട്രജൻ ഡയോക്സൈഡ് NO2 ഇൻ എയർ പൊല്യൂഷന് കാരണമാകുന്ന NO2 ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് ഈ പേസ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ പേസിൽ P എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൺ, A എന്ന് പറഞ്ഞാൽ എയറോസോൾ, C എന്ന് വെച്ചാൽ ക്ലൗഡ്, E എന്ന് പറഞ്ഞാൽ ഓഷൻ എക്കോസിസ്റ്റം. പേസ് മീൻസ് പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷൻ എക്കോസിസ്റ്റം. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് മിഷൻ. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളൊരു ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് ഇത് പേസ് മിഷൻ എന്ന് പറയുന്നത്. ലോഞ്ച് ബൈ നാസ ഇൻ 2024 ആണ്. വെൻ വാസ് PM വിശ്വകർമ്മ സ്കീം ലോഞ്ച്? എന്താണ് PM വിശ്വകർമ്മ സ്കീം? അതെന്നാണ് ലോഞ്ച് ചെയ്തത്? ലോഞ്ച് ചെയ്തത് 2023 ഓപ്ഷൻ എ ആണ്. 2500 ട്രഡീഷണൽ ആർട്ടിസൻസ് ഹാസ് ബീൻ ട്രെയിൻഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് അണ്ടർ PM വിശ്വകർമ്മ. 2500ഓളം ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസിന് എന്ത് ചെയ്തു? AI വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്തത്. ആർട്ടിസൻസിനാണ് ട്രെയിനിങ് കൊടുത്തത്. ഇത് ലോഞ്ച് ചെയ്തത് PM മോദിയാണ്. 17 സെപ്റ്റംബർ 2023 ആണ്. ഇതിൻ്റെ എയിം വെച്ചിട്ട് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് സ്കിൽ ടു ട്രഡീഷണൽ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്. ഇവിടെയുള്ള കലാകാരന്മാർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് അതുപോലെ സ്കില്ല് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ PM വിശ്വകർമ്മ എന്നുള്ള സ്കീം ഉദ്ദേശിക്കുന്നത്. വിച്ച് ബാങ്ക് ബിക്കം ഇന്ത്യസ് ലാർജസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2025-26? ഫിനാൻഷ്യൽ ഇയർ 2025-26 ഏത് ബാങ്കാണ് ലാർജസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറിയത്? ഓപ്ഷൻ ബി സരസ്വത് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. സരസ്വത് കോഓപ്പറേറ്റീവ് ബാങ്കാണ് ലാർജസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറിയത്. ടോട്ടൽ ബിസിനസ് ക്രോസ് 1 lakh crore, 1 ലക്ഷം കോടി ആണ് ബിസിനസ് കഴിഞ്ഞത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. വിച്ച് അവാർഡ് ഈസ് നോൺ ആസ് എ ഗ്രീൻ നോബൽ പ്രൈസ്? ഏതിനാണ് ഗ്രീൻ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റ് പ്രൈസിനാണ് ഗ്രീൻ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ദ ഗ്രീൻ നോബൽ പ്രൈസ് ഓൾസോ നോൺ ആസ് ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് എന്നാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 2 lakh rupees ആണ് വരുന്നത്. ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് 2026 വിന്നേഴ്സ് ആയിട്ടുള്ള 6 സ്ത്രീകളാണുള്ളത്. ഇറോനോ താൻഷി നൈജീരിയ, ബോറിം കിം സൗത്ത് കൊറിയ, സാറ ഫിഞ്ച് യുണൈറ്റഡ് കിങ്ഡം, തിയോനിലി റോക്ക മത്ബോബ് പപ്പുവ ന്യൂഗിനിയ, അലനക് അക്കാക് ഹർലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുവേൽസ് മൊറൈൽസ് ബാലാക്കോ കൊളംബിയ. ഓക്കെ, ഇവിടെ ചോദിച്ചിരുന്നത് ഏത് അവാർഡിനാണ് ഗ്രീൻ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്? അത് ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് ആണ്. വിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് AI പവേർഡ് പ്രജ്ന സിസ്റ്റം? പ്രജ്ന എന്ന് പറയുന്ന ഒരു AI പവേർഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള DRDO ആണ്. പ്രജ്ന എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് AI പവേർഡ് സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് സിസ്റ്റം ആണ്. ടു ബൂസ്റ്റ് ഇന്ത്യാസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഹാൻഡഡ് ഓവർ ടു ഹോം മിനിസ്റ്ററി ബൈ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO. ഡെവലപ്ഡ് ബൈ DRDO സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. അടുത്തത് ഇന്ത്യസ് ഫസ്റ്റ് പെട്രോഗ്ലിഫ് ആൻഷ്യൻ റോക്ക് കാർവിങ്സ്. പെട്രോഗ്ലിഫ് മീൻസ് ആൻഷ്യൻ റോക്ക് കാർവിങ്സ് അല്ലെങ്കിൽ കല്ലിലുള്ള കൊത്തുപണികളാണ് ഈ പെട്രോഗ്ലിഫ് എന്ന് പറയുന്നത്. കൺസർവേഷൻ പാർക്ക് വിൽ ബി എസ്റ്റാബ്ലിഷ് ഇൻ വിച്ച് റീജിയൻ? ഇത് ഏത് റീജിയനിലാണ് ഇതിൻ്റെ ഒരു കൺസർവേഷൻ പാർക്ക് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ലഡാക്ക് ആണ്.
ഫൗണ്ടേഷൻ സ്റ്റോൺ ബൈ ലഫ്റ്റനൻറ്റ് ജനറൽ ഓഫ് ലഡാക്ക് വിനയ് കുമാർ സക്സേനയാണ്. ലൊക്കേഷൻ വരുന്നത് സിന്ധുഘട്ട് ലേ ലഡാക്കിലാണ്. എയിം ടു കൺസർവ് സെഞ്ചുറീസ് ഓൾഡ് പെട്രോഗ്ലിഫ്സ് റോക്ക് കാർവിങ്സ്.